വെൽക്കം ടു ഏണിങ്സ് കേരള. എല്ലാവർക്കും വരുമാനം കണ്ടെത്താൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയുമായിട്ടാണ് ലിസ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് എല്ലാവർക്കും വരുമാനം കണ്ടെത്തുന്നത് എന്നുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ചില ആൾക്കാർ പറയും നമ്മൾ ഭയങ്കര സ്ലോയിലാണ് സംസാരിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ ചാനൽ കാണുന്നവരെല്ലാവരും ഒരു ബിസിനസ്സിനെ കുറിച്ചും ഒരു വരുമാനത്തെ കുറിച്ചും ഒരു ബിസിനസ്സിനെ എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ചാനൽ കാണുന്നത്. പക്ഷെ അവർക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുള്ളത് കൊണ്ട് നമുക്ക് സ്പീഡിൽ പറഞ്ഞു പോകാൻ സാധിക്കത്തില്ല. ലിസ ആപ്ലിക്കേഷൻ എല്ലാവർക്കും വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് വീടുകളിൽ ഇരുന്ന് വരുമാനം കണ്ടെത്താൻ പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങളും സാധ്യതകളും ലിസ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ചാനൽ കണ്ടിട്ട് ഒരുപാട് ആൾക്കാരെ വിളിക്കുന്നുണ്ട്. അതിൽ ചില ആൾക്കാരെ ബിസിനസ് ചെയ്യുന്നവരാണ്, ചില ആൾക്കാർ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത്, കേരളത്തിലെ ഏകദേശം ഒട്ടുമിക്ക ആൾക്കാർ അല്ലെങ്കിൽ കേരളത്തിലെ ഏകദേശം ഒട്ടുമിക്ക സ്ത്രീകളാണ് കൂടുതലേക്ക് ഇതിലേക്ക് ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷെ അവരുടെ സാഹചര്യം മൂലം അവർക്ക് ബിസിനസ്സിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നില്ല. ഒന്നുകിൽ സാമ്പത്തിക പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യമായിരിക്കാം. അങ്ങനെ ഒരു വ്യക്തി എന്നെ വിളിച്ചിരുന്നു. അവരുമായിട്ട് കൂടുതൽ സംസാരിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു ബിസിനസ്, അവരുടെ കയ്യിലുള്ള ആ ഒരു ഫോർമുല ബിസിനസ്സിൽ വിസ്ഫോടനം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഫോർമുല തന്നെയാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. സാഹചര്യങ്ങളോ സാധ്യതകളോ അവർക്ക് അനുകൂലമല്ലാത്തതുകൊണ്ട് അവർക്ക് ആ ഒരു ബിസിനസ് മനസ്സിൽ തന്നെ കൊണ്ടു നടക്കുകയാണ്. ആ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കഴിയുമ്പോഴത്തേന് നമ്മൾ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ ഒട്ടാകെ ആ സാധനം മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ലൈസൻസ് കാര്യങ്ങൾ, എങ്ങനെയാണ് അതിനെങ്ങനെയാണ് ഫണ്ട് കണ്ടെത്തുന്നത്, പ്രോഡക്റ്റ് ആക്കുമ്പോൾ എങ്ങനെയാണ് അത് മാർക്കറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അഡ്വർടൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൂടെ നമുക്കിത് ബൂസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതെന്നെല്ലാം ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവരുടെ കയ്യിൽ ഫണ്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പം ലിസ ആപ്ലിക്കേഷൻ ഇവർക്ക് ഫണ്ട് കൊടുത്തുകൊണ്ട് ആ പ്രോഡക്റ്റ് നിർമ്മിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു പ്രോഡക്റ്റ് നമുക്കെല്ലാവർക്കും വരുമാനം കണ്ടെത്തി തരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ലിസ ആപ്ലിക്കേഷൻ്റെ ഒരു സ്ട്രാറ്റജി നമുക്ക് എല്ലാവർക്കും എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ലിസ ആപ്ലിക്കേഷൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് തന്നെ പറയുന്നത്, ഈ ലിസ ആപ്ലിക്കേഷനിലൂടെ ബാഗ് വാങ്ങുന്നവർക്ക്, അതായത് വീട്ടിലൊരു തുണിസഞ്ചി എന്നൊരു പദ്ധതിയോട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു ബാഗ് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്നത് വഴി അവർക്ക് ഒരു നമ്പർ ജനറേറ്റ് ചെയ്ത് കിട്ടും. ആ നമ്പർ ജനറേറ്റ് ചെയ്യുന്നവർക്ക് ലിസ ആപ്ലിക്കേഷൻ നടത്തുന്ന ബിസിനസ്സിൻ്റെ ലാഭവിഹിതം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതാണ് നമുക്ക് എല്ലാവർക്കും ആ ബിസിനസ് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നേട്ടമാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് റീപാക്ക് ചെയ്ത് ബിസിനസ് ചെയ്യാം. അങ്ങനെ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഏണിങ്സ് കൈവശം വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അവൈലബിലിറ്റി എവിടെയാണോ ഉള്ളത് ആ അവൈലബിലിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ലാഭവിഹിതത്തിൽ വർധന ഉണ്ടാവും. നമുക്ക് കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു ബിസിനസ് ഒരു വ്യക്തി എന്നോട് പറയുകയുണ്ടായി. അവർക്ക് ബിസിനസ് ചെയ്യണമെന്നുണ്ട്, അവർക്ക് വൈമുഖ്യമാണ്, ജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള വൈമുഖ്യമാണ്, ഞങ്ങൾ ലെവലിൽ ജീവിച്ചവരൊക്കെയാണ്, അവരതുകൊണ്ട് ജനങ്ങളിലേക്ക് ഈ ചെറിയ പ്രോഡക്റ്റും ഒക്കെ ആയിട്ട് പോകാനായിട്ട് മാനസിക ബുദ്ധിമുട്ട്. അത് അങ്ങനെയുള്ളവർക്കും ലിസ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സിനെ കണ്ടെത്തി അവരുടെ അഡ്രസ്സ് അയച്ചു കൊടുക്കും. അങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ ഇവർക്ക് ഈ സാധനം പാക്ക് ചെയ്യുക. പാക്ക് ചെയ്തതിന് ശേഷം അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് വഴി, പോസ്റ്റ് ഓഫീസ് പുതിയ സംവിധാനം ഇറക്കിയിട്ടുണ്ട്, പോസ്റ്റ് ഓഫീസ് വഴി മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. കസ്റ്റമറുടെ അടുത്ത് വീട്ടിലത് എത്തിച്ചേരുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ പോസ്റ്റ് ഓഫീസിന് ഏകദേശം 60 രൂപ സംതിങ് എങ്ങാണ്ടാണ് അവരുടെ പാഴ്സൽ ചാർജ് വരുന്നത്. നമുക്ക് ആ രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ്, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തിയതിന് ശേഷം നമുക്ക് പാഴ്സൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഇൻക്ലൂഡിങ് പാഴ്സൽ ചാർജ് കൂടി അതിനകത്ത് ആഡായി വരും. അപ്പോൾ കസ്റ്റമർക്കും സാറ്റിസ്ഫൈഡ് ആവും, നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ വർദ്ധിക്കുന്ന സമയത്ത് നിങ്ങളുണ്ടാക്കുന്ന ആ പ്രോഡക്റ്റ്
എവിടെയാണോ അവൈലബിലിറ്റി ഉള്ളത് അവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ പ്രോഡക്റ്റ് ചിലപ്പോൾ രാജസ്ഥാൻ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരാളെ കൂട്ടി അവിടെ പോയി അവരുമായിട്ട് ഡീൽ ഉറപ്പിക്കുക. ഡീൽ ഉറപ്പിച്ചിട്ട് സാമ്പിൾ ആദ്യം പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ശേഷം ഡീറ്റെയിലുമായിട്ട് വരിക. വന്നതിന് ശേഷം നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലോ പാഴ്സൽ സർവീസിലോ ഈ പ്രോഡക്റ്റ് വന്നെത്തുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് എടുത്ത് പാക്ക് ചെയ്ത് കൊടുക്കുക. പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുമ്പം ആൾക്കാരുടെ ആവശ്യകത വരും. അപ്പോൾ 2 പേർക്ക് വീട്ടിൽ ജോലി സമയം കഴിഞ്ഞ് സമയം സ്പെൻഡ് ചെയ്യാനിരിക്കുന്നവർക്ക് ഒരു 10-300 രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കണ്ടെത്തി കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മാനസികമായിട്ട് തയ്യാറായാൽ, അല്ലെങ്കിൽ കഷ്ടപ്പെടാൻ മാനസികമായിട്ട് തയ്യാറായാൽ നിങ്ങൾക്ക് ഒരു വലിയ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. 2 പേർക്ക് ജോലിയും കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞു, വരുമാനം ആഗ്രഹിച്ച് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫണ്ടിൻ്റെ അപര്യാപ്തതയുണ്ടെങ്കിൽ ലിസ ആപ്ലിക്കേഷൻ ഫണ്ട് തന്ന് സഹായിക്കാനും തയ്യാറാണ്. അപ്പോൾ ചില ആൾക്കാർ ഇപ്പം ചിന്തിക്കുമായിരിക്കാം, ഒരു ബാഗ് മേടിച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഫണ്ടിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിസ ആപ്ലിക്കേഷൻ ഫണ്ട് തരുമായിരിക്കും. അങ്ങനെയല്ല. നിങ്ങളൊരു ബാഗ് വാങ്ങുക. ബാഗ് വാങ്ങിയതിന് ശേഷം ആപ്ലിക്കേഷനിൽ ഇടപെടലുകൾ നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഫണ്ട് റെഡിയാക്കി തരുന്നത്. അപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യുകയും മറ്റൊരാളുടെ പ്രോഡക്റ്റുകൾ വാങ്ങാനും കൂടി തയ്യാറാകുമ്പം അതിനകത്ത് നിങ്ങൾ ബാഗ് വാങ്ങിയതിന് ശേഷം മറ്റൊരാളുടെ പ്രോഡക്റ്റുകൾ വാങ്ങാനായിട്ട് തയ്യാറായാൽ ആപ്ലിക്കേഷനിൽ ഇടപെടലുകൾ ഉണ്ടാവും. അതിനകത്ത് ഗ്രോസറി ഐറ്റംസ് ഉണ്ട്. നിങ്ങൾക്കൊരു മാസത്തിനുള്ള സാധനങ്ങൾ വാങ്ങാം ആപ്ലിക്കേഷൻ വഴി. അതിനകത്ത് വെളിച്ചെണ്ണയുണ്ട്, കുടംപുളിയുണ്ട് എന്ന് വേണ്ട, നമുക്ക് നിത്യോപയോഗമായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. ഇനിയും സാധനങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ആപ്ലിക്കേഷനിൽ ഇടപെടലുകൾ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യാനായിട്ട് സാമ്പത്തികമായിട്ട് ലിസയ്ക്ക് സഹായിക്കാൻ സാധിക്കും. നിങ്ങളൊരു ബിസിനസ് ചെയ്യാനായിട്ട് ഒരു ബാങ്കിൽ ലോൺ ചെല്ലുമ്പോൾ അതിന് ഒരുപാട് പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറൊക്കെ വരുമ്പോഴത്തേന് ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മറുപടി, നിങ്ങൾ ഇന്ന കാരണത്താൽ എലിജിബിൾ അല്ല, അതുകൊണ്ട് നിങ്ങൾ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രയും നാളും കൊണ്ടു നടന്ന ബിസിനസ് സ്വപ്നവും എല്ലാം തകർന്നടിഞ്ഞു പോകും, നിരാശയിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ബിസിനസ്സിനെ മനസ്സിൽ തന്നെ കൊണ്ടു നടക്കേണ്ട സാഹചര്യമുണ്ട്. എന്നാൽ ലിസ ആപ്ലിക്കേഷനിൽ ഒരു ബാഗ് ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്തതിനു ശേഷം ഇടപെടലുകൾ നടത്തുക, മറ്റൊരാളെ പരിചയപ്പെടുത്തുന്ന വഴിയുള്ള ഏണിങ്സ് കണ്ടെത്തുക, അതിൽ നിന്ന് ലാഭം കണ്ടെത്തുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് ജനറേറ്റ് ചെയ്യും. അങ്ങനെ ജനറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 1 ലക്ഷം രൂപയിലധികം നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കും. നമ്മളൊരു ബാങ്കിൽ ലോൺ എടുക്കാൻ പോകുമ്പോൾ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. നമ്മൾ ഒരു 5-6 മാസം നമ്മൾ ഇതിനു വേണ്ടി പുറകെ നടന്നതിന് ശേഷമാണ് നമുക്ക് അനുകൂലമല്ലാത്തൊരു മറുപടി കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ പ്രോഡക്റ്റുകൾ വാങ്ങി അവരുടെ സ്ട്രാറ്റജിയും കൂടി മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ബിസിനസ് സ്ട്രാറ്റജി മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അവരെങ്ങനെയാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ പ്രോഡക്റ്റ് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ വിളിച്ചു ചോദിക്കാം, ഇതെങ്ങനെയാണ് നിങ്ങളിത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അവരുടെ അനുഭവ പരിചയം നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായി മാറും. അങ്ങനെ ലിസ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഇടപെടലുകൾ നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ബിസിനസ്സിലൂടെ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കാണുന്ന ഏകദേശം ആൾക്കാരും എനിക്ക് തോന്നുന്നു 45, 50, 55 വയസ്സൊക്കെ ഉള്ളവരാണ്. കോളേജിൽ പഠിക്കുന്ന പിള്ളേരുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്നൊരു വരുമാനം കണ്ടെത്തണമെങ്കിൽ വേറൊരിടത്ത് ജോലിക്ക് പോയാൽ അത് കിട്ടത്തില്ല. അവർ തുച്ഛമായ പൈസയെ കിട്ടത്തുള്ളൂ. തുച്ഛമായ നിശ്ചിതപ്പെടുത്തിയ ഒരു തുകയെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ബിസിനസ് അങ്ങനെയല്ല. നിങ്ങൾക്ക് പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ, നിങ്ങളുടെ സർവീസ് നല്ലതാണെങ്കിൽ, അത് മുമ്പ് പറഞ്ഞ പോലെ ഒരു ഫോർമുലയുമായിട്ടിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ബിസിനസ് പോലെ ഒരു സ്ഫോടനം നടക്കാൻ സാധ്യത. സ്ഫോടനം നടക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? അത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുമ്പോൾ എല്ലാ മേഖലയിലേക്കും വ്യാപിക്കുമ്പോൾ നിങ്ങൾ ചെറുതായിട്ട് ചിന്തിച്ചിരിക്കുന്ന ആ ഒരു ബിസിനസ് ഇന്ത്യയിലൊട്ടാകെ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്ത്യയിലൊട്ടാകെ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഫണ്ടുകൾ നിങ്ങളുടെ കയ്യിൽ വരും. അങ്ങനെ ഫണ്ടുകൾ വരുമ്പോൾ നമുക്കത് വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാൻ പറ്റും. അത് സിമ്പിൾ ടെക്നോളജിയാണ് ഇതൊക്കെ. എങ്ങനെയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാൻ പറ്റുന്നത്? നമ്മുടെ ഇന്ത്യയിലുള്ള, നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് മലയാളി കൂട്ടായ്മകൾ വിദേശ രാജ്യങ്ങളിൽ സൂപ്പർ മാർക്കറ്റുകൾ നടത്തുന്നുണ്ട്.
നമ്മൾ എല്ലാവരും പറയും എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബയ്യേഴ്സിനെ കണ്ടെത്തണമെന്ന് പറയും. നമ്മൾ ചുമ്മാ ഫേസ്ബുക്കിൽ നോക്കിയാൽ മതി, അവിടെയുള്ള മലയാളി കൂട്ടായ്മകളുണ്ട്, അവിടെ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുകൾ അവിടെ സൂപ്പർ മാർക്കറ്റുകൾ നടത്തുന്നുണ്ട്. നമ്മുടെ ലിസ ബാഗ് അവിടെ നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളിവിടെ 630 രൂപയ്ക്ക് കൊടുക്കുന്ന ബാഗ് അവിടെ 1600 രൂപയ്ക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ലാഭവിഹിതവും നമ്മുടെ ലാഗ് മേടിച്ചിരിക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ശുദ്ധമായതും നല്ല ഗുണമേന്മയുള്ളതും ആൾക്കാർക്ക് താല്പര്യമുള്ള സാധനമാണെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് കുറച്ച് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ചെയ്താൽ മതി, വലിയ സംഭവമൊന്നുമല്ല അതൊന്നും. അപ്പം അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്താതെ മുരടിപ്പിച്ച് കളയാതെ നിങ്ങൾ ലിസ ബാഗിൽ അല്ലെ ലിസ ആപ്ലിക്കേഷനിൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അതിലേക്ക് എത്തുക. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് വ്യക്തികൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. ആ ബിസിനസ്സിനെ കുറിച്ചെല്ലാം നമ്മൾ വീഡിയോസ് തയ്യാറാക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് അവരുടെ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് വാങ്ങാനായിട്ടും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊക്കെ മാനസികമായിട്ട് നിങ്ങൾക്കൊരു തയ്യാറെടുപ്പുണ്ടാകും. അങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിനെ മാനസികമായിട്ട് വളർത്താൻ, നിങ്ങളുടെ മനസ്സിൽ കൊണ്ട് നടക്കാതെ നിങ്ങളുടെ ബിസിനസ് വളർത്താനായിട്ട് ശ്രമിക്കുക. അതിനെല്ലാ ഹെൽപ്പുകളും ലിസ ആപ്ലിക്കേഷൻ ചെയ്യും. മെയിനായിട്ട് നിങ്ങൾ ലിസ ആപ്ലിക്കേഷനിൽ ഒരു ബാഗ് ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്തതിന് ശേഷം നമ്പർ ജനറേറ്റ് ചെയ്യുക. നമ്പർ ജനറേറ്റ് ചെയ്യുമ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ലിസ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്ക് നിങ്ങൾക്ക് അവിടെ വന്ന് ജോയിൻ ചെയ്യാം. എല്ലാവരും ബിസിനസ്സിലൂടെ നിങ്ങളുടെ പ്രായം മറന്നുകൊണ്ട്, ഇപ്പോൾ 65 വയസ്സ് വരെയുള്ള ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ട് അവർക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുടെ മനസ്സിലെ സ്വപ്നമാണ് അതൊക്കെ. അപ്പോൾ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ലിസ ആപ്ലിക്കേഷൻ മുമ്പോട്ടുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ പിന്നോട്ട് പോകേണ്ട കാര്യമില്ല. ലിസ ആപ്ലിക്കേഷൻ ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങളത് ജോയിൻ ചെയ്യുക. ജോയിൻ ശേഷം നിങ്ങളുടെ ഏണിങ്സ് ഇടപെടലുകൾ നടത്തുമ്പോൾ നിങ്ങൾക്കും പ്രോഡക്റ്റുകൾ മാർക്കറ്റ് വഴി കൊടുക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.